വഹാബി, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ വേറെ സാധനം മുസ്ലിം ജമാഅത്ത്, ഇങ്ങനെ തുടങ്ങിയ ഏതൊക്കെ സാധനങ്ങളുണ്ടോ ഇതിൻ്റെ എല്ലാ വിഷബീജങ്ങളും കിട്ടിയത് ഇബ്നു തൈമിയയിൽ നിന്നാണ്. ഇബ്നു തൈമിയയെ കുറിച്ച് എന്താ അഹ്ലുസുന്നയുടെ നിലപാട്? ഇമാമിങ്ങളെ കിതാബ് വായിക്കാം. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിലപാടൊന്നുമില്ല. മശായിഖ് പറഞ്ഞതാണ് ഞങ്ങളെ നിലപാട്. മശായിഖിൻ്റെ കൂടെ നിന്ന ഇമാമിങ്ങൾ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. സുഇല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വരി വായിക്കുമ്പോൾ വിട്ടുപോയോ എന്ന് ശരിക്കും നോക്കിക്കോ. ഇതൊരു ദർസൊന്നല്ല ചങ്ങായിമാരെ, ഇതിൽ പ്രധാനപ്പെട്ട ഭാഗമല്ലേ വായിക്കുക. ഇത് 4-5 പേജുണ്ട്. ഇതെല്ലാം കൂടി വായിച്ചാൽ 10 ആയിപ്പോയില്ലേ. നിങ്ങളെ ബാക്കി ഇവിടെ പോസ്റ്റ്മോർട്ടം നടക്കുമോ? ഇത് തല മുതൽ കാല് വരെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കീറി മുറിക്കണ്ടേ. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റാ വായിക്കാം. കണ്ടോ, ഇബ്നു തൈമിയ ഇഅ്തിറാദുൻ അലാ മുതഅഖിരി സൂഫിയ. ഇബ്നു തൈമിയ സൂഫിയാക്കന്മാരൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കാലത്തുള്ളവരെയാണ് ഏറ്റവും വലിയ എതിർപ്പ്. ആരെ കാലത്താ ഇബ്നു തൈമിയന്റെ വരവ്? ശൈഖുൽ അക്ബർ, ഖുത്ബുൽ അക്ബർ, സയ്യിദുസ് സാദാത്ത് അശ്ശൈഖ് അബുൽ ഹസൻ ഷാദുലി. ഷാദുലി ഇമാമിനെതിരിൽ അയാൾ ഷാദുലി ഇമാമിനെ അന്ന് സ്വീകരിക്കേണ്ടിയിരുന്നു. ഷാദുലി ഇമാമിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെയൊക്കെ പഠിക്കാണ്ട് ഇബ്നു തൈമിയന്റെ കാലം എന്നാണ് പറയുന്നത്. ഇബ്നു തൈമിയ ആരുടെ കാലത്ത്? അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കാലം. മടവൂർ ശൈഖുനന്റെ കാലം എന്ന് പറയാം. ഇപ്പോഴും ആ കാലാണ്. ഇതുപോലെ അബുൽ ഹസൻ ഷാദുലി തങ്ങൾ വഫാത്തായി. അബുൽ അബ്ബാസുൽ മർസി തങ്ങളും ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളൊക്കെ വാഴുന്ന കാലത്താണ് ആരെ വരവ്? ഇബ്നു തൈമിയയുടെ വരവ്. അതുകൊണ്ടാണ് അയാൾ കിതാബ് എഴുതി അർ-റദ്ദു അല ഷാദുലി ഫീ ഹിസ്ബൈഹി വമാ സന്നഫഹു ഫീ ആദാബി ത്വരീഖ്. അതിന്റെ മറുപടി ഷാദുലി ഇമാമിന് മറുപടി. ഷാദുലി ഇമാമിന്റെ ഹിസ്ബിലുള്ള തെറ്റ് നോക്കൂ നിങ്ങൾ. ചുവന്ന ബുക്ക് എടുക്ക്. ഇതൊക്കെ ഒരേ സാധനങ്ങളാണ്. കണ്ടില്ലേ? ത്വരീഖത്ത് ഒരു സമഗ്ര പഠനം. ഇത് ബാലുശ്ശേരി പറഞ്ഞ പോലെ ഒരു സാധനക്ക് വെച്ച് പിടിക്കേണ്ടിയാണ്. നേരെ പിടിച്ചാൽ പിന്നെ എന്തു സംഭവിക്കുക? നമുക്ക് കാവലുള്ളത് കൊണ്ട് മാത്രം അതൊക്കെ പിടിക്കണം. കാവൽ തേടണതില്ലെന്ന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. അതിൻ്റെ കളറ് പോലെ കണ്ടില്ല നിങ്ങൾ? അബദ്ധമാണിത്. അപ്പോൾ ഏതാത് ത്വരീഖത്തൊരു സമഗ്ര പഠനം. ഇതിൽ പറയാത്ത, ചർച്ച ചെയ്യാത്ത, പിഴച്ചവരാണെന്ന് പ്രഖ്യാപിക്കാത്ത ഈ കാലത്തെ ഏത് മശായിഖാള്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു ചങ്ങായി പറഞ്ഞത് മുമ്പേ എഴുതി പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുരുവട്ടൂരും അതിലുണ്ടാവും. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം എന്താ? ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഇതിലില്ലേ? പട്ടിക്കാട് ത്വരീഖത്ത് കാരണം ഇതിലില്ല. ഇപ്പോൾ അതുകൊണ്ട് മൗലക്ക് എന്താ സംഭവിച്ച്? മൗല ഉപ്പാ പൗണ്ട് എന്തോ ആയോ? എഴുതി അനക്ക് പോയി എന്നല്ലാതെ ഓൽക്ക് എന്ത് നഷ്ടപ്പെടാൻ? അപ്പം അതൊക്കെ വെറുതെ പറയുകയാണ്. അപ്പം ഈ 2 ബുക്കും, ഒന്ന് ഇബ്നു തൈമിയ, ഒന്ന് ഈ കാലത്തെ ഇബ്നു തൈമിയ, പൊന്മുള അബ്ദുൽ ഖാദർ മൗലവി, രണ്ടും ഒരേ ലെവലിലുള്ള സാധനമാണ്. ആധുനിക ഇബ്നു തൈമിയ, ഒന്ന് പഴയ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയയെ കുറിച്ചുള്ള നിലപാടാണ് ഇബ്നു ഹജർ തങ്ങളോട് ചോദ്യം. ഫിഖ്ഹിലൊക്കെ വലിയ കഴിവുള്ള ആളാണല്ലോ, മൂപ്പരാണെങ്കിൽ സൂഫിയാക്കളെ എതിർക്കുന്നുണ്ട്. എന്താ അതിന്റെ സംഭവം? കേട്ടോട്ടോ. ഇബ്നു തൈമിയയെ കുറിച്ച് നിലപാട് പറയാണ് അഹ്ലുസുന്ന. ഇബ്നു തൈമിയ അബ്ദുൻ. ആരെ മറുപടി? തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. ഇബ്നു ഹജറിനൊന്നും പിടിക്കൂലല്ലേ? ഇപ്പോ പക്ഷപാതിയാണെന്നൊക്കെ പറയാൻ നോക്കുന്നുണ്ട് ഇബ്നു ഹജർ തങ്ങളെ. ഇബ്നു ഹജർ തങ്ങള് എന്നാ തുഹ്ഫ മർക്കസ് എന്ന് ഒഴിവാക്കി പക്ഷപാതിയുടെ കിതാബ് നോക്കാൻ പാടുണ്ടോ നിങ്ങൾ? എല്ലാ കിതാബും എത്തിച്ചേരുന്ന ആധികാരിക ഗ്രന്ഥമല്ലേ തുഹ്ഫ? ആ തുഹ്ഫ എഴുതിയ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയാണ് ഇബ്നു തൈമിയ അബ്ദുൻ, അയാൾ ഒരു അടിമയാണ്. ഖദലഹുല്ലാഹ്, അല്ലാഹു അയാളെ നിന്ദ്യനാക്കിയിരിക്കുന്നു. അപ്പൊ പേരോട് പറഞ്ഞെന്താ? ഞാൻ കേൾപ്പിക്കുന്നുണ്ട്, ഒക്കെ കേൾപ്പിക്കും. നമ്മൾ അയാളെ കുറിച്ച് എന്തിനു പറയണം? അത് അയാളും അല്ലാഹുമായിട്ടാകട്ടെ. നമ്മൾ അയാളെ വിട്ടേക്ക, അയാളെ കുറിച്ച് നിലപാട് പറയണ്ട. വിടൂലങ്ങള്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് സൂറത്തോതിന്? അല്ലി അബൂ ലഹബ് ആയ പോലെ ഇവിടെ ഫിത്ന ഉണ്ടാക്കിയ ചിലരുണ്ട്. ഓലെ പറയുന്ന വേണം. ഇവിടെ
അത് നല്ല മട്ടായല്ലോ. ഇബ്നു ഹജർ എന്താ പറഞ്ഞ ഖദലഹുല്ലാഹ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. വഅലല്ലഹു അല്ലാഹു അയാളെ വഴിപിഴപ്പിച്ചു. വഅമാഹു നിങ്ങളെ അന്നത്തെ എപ്പിക്കാരൻ ഉണ്ടെങ്കിൽ ഒരു പറയും ഭയങ്കര തെറിയാട്ടോ മുപ്പര്. വഅമാഹു ഇബ്നു തൈമിയെ അല്ലാഹു അന്ധനാക്കി. നല്ല കാഴ്ചയുള്ള ആളാണ് മുപ്പര്. പേരെന്താ പറഞ്ഞ് അയാൾ അഴ്മയാണ് എന്ന് പറഞ്ഞാൽ സത്യം കാണാൻ അയാൾക്ക് കഴിയില്ല. കാത് കേൾക്കാത്ത പൊട്ടനാണ് അയാൾ എന്ന് പറഞ്ഞാൽ സത്യം കേൾക്കാൻ അയാൾക്ക് കഴിയില്ല. അല്ലാഹു അയാളെ നിന്ദനാക്കി. ഇത് ഞാൻ എൻ്റെ വകയിൽ പറഞ്ഞതല്ല, ഇത് അയിമ്മത്ത് മുഴുവനും ഇമാമീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയതാണ്. അയാളുടെ വിശ്വാസവും അയാളുടെ വാക്കുകളും അയാളുടെ ഫസാദുകളും വിശദീകരിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. വമൻ അറാദ ദാലിക ഫഅലൈഹി ബിമുതാലഅതി കലാമിൽ ഇമാമിൽ മുജ്തഹിദ്. ഇത് ഞാൻ പറയുകയാണെന്ന് ആർക്കെങ്കിലും ആരോപണമുണ്ടെങ്കിൽ ഇമാമും മുജ്തഹിദും ഇമാമത്തും ജലാലിയത്തും എല്ലാവരും ഒന്നു പറയുന്ന വലിയ മഹാനായ അബുൽ ഹസൻ സുബ്കി തങ്ങളുടെ കിതാബ്, മൂപ്പരുടെ മകൻ താജുദ്ദീൻ സുബ്കി എന്നവരുടെ കിതാബ്, ശൈഖുൽ ഇമാം ഇസ്ബുനു ജമാഅ എന്നവരുടെ കിതാബ്, അതുപോലെ വാഹിലി അസുരിഹിം അവരുടെ കാലക്കാരായ മുഴുവൻ ഇമാമിങ്ങളെയും കിതാബ് നോക്ക്. വഗൈരിഹിം മിനശ് ശാഫിഇയ്യ വൽ മാലികിയ്യ വൽ ഹനഫിയ്യ, ഹനഫി മദ്ഹബിലുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മാലിക്കി പണ്ഡിതന്മാർ, ശാഫിഈ പണ്ഡിതന്മാർ, അവരെല്ലാരും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നറിയോ? ചോദ്യകർത്താവ് ചോദിച്ചല്ലോ, പിൽക്കാലത്തുള്ള സൂഫിയാക്കളെ ഇബ്നു തൈമിയെ എതിർത്തിട്ടുണ്ടല്ലോ. മഹാൻ പറയാണ് അങ്ങനെ എതിർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബൽ ഇഅ്തറദ അലാ മിസ്ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഇബ്നു തൈമിയ ചോദ്യം ചെയ്തിട്ടുണ്ട്. വ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ, അലിയാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വൽ ഹാസിൽ എപി സമസ്ത നിലപാട് പോയ ഒരു നിലപാടുമില്ലാതെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പഴച്ച വിഭാഗക്കാരെ കേട്ടോളൂ. വൽ ഹാസിൽ ചുരുക്കി പറഞ്ഞാൽ അല്ലാ യുഖാമലി കലാമിഹി വസുനുൻ, ഇബ്നു തൈമിയുടെ വാക്കിന് ഒരു പണത്തൂക്കത്തിന്റെ വില പോലുമില്ല. ബൽ യുർമാ ഫീ കുല്ലി വഅരിൻ വഹസൻ, അയാളെ വാദങ്ങളെ അയാളെ വാക്കുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയണം. വാക്കി ഇനിയാ ശ്രദ്ധിക്കണ്ടേ. വയുഅ്തഖദു ഫീഹി, അയാളിൽ വിശ്വസിക്കണം, വിശ്വസിച്ചോളണം. അങ്ങനെ വിടാൻ പറ്റൂല. നമ്മൾ അഭിപ്രായം പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ കുറിച്ച് വിശ്വസിക്കണം. അന്നഹു ഇബ്നു തൈമിയ മുബ്തദിഉൻ, പേച്ചുവയാളാണ്. ളാല്ലുൻ, കണ്ടോ മുബ്തദിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയാണ് വഴിപഴച്ച ആളാണ്. വമുദില്ലുൻ, വഴിപഴപ്പിക്കുന്ന ആളാണ്. അന്നത്തെ പേരോടിനെ കുറിച്ച് ഇബ്നു ഹജർ പറയുന്ന വാക്കാത്. നമ്മളിത് ശക്തായി പറയുമ്പോൾ എന്തോ തെറി പറയാന്ന് മനസ്സിലാക്കണ്ട, അതിന്റെ ഗൗരവം കൊണ്ട് പറയല്ലത്. ളാല്ലുൻ മുദില്ലുൻ ജാഹിലുൻ, അയാൾക്ക് വലിയ ഇൽമുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഇബ്നു ഹജർ തങ്ങൾ പറയാണ് ജാഹിലാണ് അയാൾ എന്ന് പറഞ്ഞാൽ അറിയേണ്ടതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല, അള്ളാഹിനെ കുറിച്ച് തീരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ് ഖാലിൻ, അതിര് വിട്ട് കടന്ന ആളാണ്. ആമലഹുല്ലാഹു ബിഅദ്ലി, അല്ലാഹു അയാൾക്ക് ശക്തമായ അവന്റെ നീതി നടപ്പാക്കി കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, വളരെ ശക്തമായ ഭാഷയിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്. പിന്നെയുണ്ട് ഒരുപാട്, ഒബിയുൻ, വിഡ്ഢിയാണ് അയാൾ. ഇങ്ങനെ പല വാക്കുകളും പറഞ്ഞ് അയാളെക്കുറിച്ച് അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാട്ടോ.